സർ, ഇന്ത്യക്കെതിരെ ഇരട്ടച്ചുങ്കം ചുമത്തിയ അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് സാർ ഇന്ത്യയുടെ തന്ത്രങ്ങൾ? അതേ നാണയം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണെങ്കിലും ഇടിയമാണെങ്കിലും പക്ഷേ അർത്ഥത്തിൽ അവിടെ ഒരു വ്യത്യാസം വരും. അതേ നാണയത്തിലല്ല കൊടുക്കുന്നത്. അവർ ഡോളറിലാണ് ഇങ്ങോട്ട് തന്നതെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പിയയിൽ തന്നെ തിരിച്ചു കൊടുക്കുക. ഭയങ്കരമായ ഒരു അടിയാണ് അമേരിക്കയ്ക്ക് അത് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ നാഥനെന്ന് സ്വയം വിശ്വസിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് 4 തവണയാണ്. 4 തവണയും ഒരു ജർമ്മൻ പത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതെ, ഇതുവരെ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം നിഷേധിക്കാൻ പറ്റുകയില്ല, അത് സംഭവിച്ചത് തന്നെയാണ്. കാരണം ട്രംപിന് ഇന്ത്യയെ കൈവിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ കൊച്ചുകുട്ടികളോട് ചില വിരട്ടുകൾ വിരട്ടിക്കൊണ്ട് ഇന്ത്യയെ നിലയ്ക്ക് നിർത്താം എന്നൊരു വിചാരമായിരുന്നു ഈ പോഴന്, ആ കാർന്നോർക്ക്. പക്ഷെ അതിനേക്കാൾ വലിയ കാർന്നോറാണ് ഇപ്പുറത്തിരിക്കുന്നത്. ട്രംപിനെ അരക്കി കലക്കി കുടിച്ച, ട്രംപിനെ വിറ്റ കാശ് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കാർന്നോരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. പണ്ടത്തെ നെഹ്റുവിൻ്റെയോ ഇന്ദിരയുടെയോ ഒന്നും ഇന്ത്യ അല്ലിന്ന്. അത് ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അല്പം വൈകുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാവുകയും ചെയ്യും. ട്രാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരാണ് ജയിച്ചിരിക്കുന്നത്? ഈ കരാറ് സമഗ്രമായിട്ടുള്ള വിദേശ കരാറിൽ ഒപ്പിട്ടിരുന്നുവെങ്കിൽ ഇപ്പം ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരും. ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലെന്ന് മാത്രമല്ല, ഉത്പാദനക്ഷമതയിൽ, പ്രൊഡക്ടിവിറ്റിയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ഇന്ത്യൻ കർഷകർ നട്ടെല്ലൊടിഞ്ഞ് മൂക്കും കുത്തി നിലം പതിക്കും. ഇപ്പോൾ തന്നെ അവർക്ക് താങ്ങാൻ വയ്യ. പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള നടപടികളില്ല. അവർ പരമ്പരാഗതവും യാഥാസ്ഥിതികവുമായിട്ടുള്ള കൃഷിരീതികളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കമ്പനികൾക്ക് നേരിട്ട് കൊടുക്കാനൊരു സൗകര്യം കാർഷിക ബില്ലിലൂടെ കൊണ്ടുവന്നപ്പോൾ അതുപോലും തിരസ്കരിച്ചുകൊണ്ട് പഴമയെ പുണർന്നുകൊണ്ടിരിക്കുന്ന കർഷക ലക്ഷങ്ങളാണ് ഗ്രാമങ്ങളിൽ വസിക്കുന്നത്. അവരാണ് ഇന്ത്യയുടെ ആത്മാവും നട്ടലും. അപ്പോൾ അവർ നശിച്ചു പോവും. കർഷകർ എന്ന് പറയുന്ന ഇപ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 60% ഉണ്ട്. അവരെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒന്നിൽ ഒപ്പിടാൻ ഇപ്പം സൗകര്യമില്ല, ഇപ്പം മനസ്സില്ല. ഇതാണ് മോദി പറഞ്ഞത്. പക്ഷെ സാർ, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എങ്ങനെയാണ് മറികടക്കാൻ പറയാം. അതെ, അതാണ് പോയിന്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പോഴേ ഈ ചർച്ചകൾ തുടങ്ങി വയ്ക്കും മുമ്പേ മോദിയും കേന്ദ്ര മന്ത്രാലയവും ഇതിനു വേണ്ട ബി പ്ലാൻ ഇങ്ങനെ വരികയാണെങ്കിൽ, ഒരുപക്ഷെ റഷ്യയുടെ യുദ്ധം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ 25% അധികം വരുന്നത്, അങ്ങനെ മൊത്തം 50% ആവുന്ന ആ സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ദൗർഭാഗ്യവശാൽ അതങ്ങനെ സംഭവിച്ചിട്ടില്ല. ട്രംപിൻ്റെ മധ്യസ്ഥത കൊണ്ട്, അലാസ്കയിൽ നടന്ന മധ്യസ്ഥത കൊണ്ട് എന്തായാലും ഈ യുദ്ധം കൂടുതൽ വഷളായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പിടിച്ചു നിർത്തുമെന്നുള്ള വീരവാദം, പല വീരവാദങ്ങളും മുഴക്കുന്നത് പോലെ അദ്ദേഹം വീണ്ടും മുഴക്കുന്നുമുണ്ട്. അപ്പോൾ 50% 27-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള പല കരാറുകളും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കുന്ന വസ്ത്രങ്ങളിൽ ചരക്കുകളിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് വസ്ത്ര വിപണിയിലാണ്, വസ്ത്രങ്ങളിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ വസ്ത്രങ്ങളുടെ വില കൂടുന്നതും, കയറ്റി അയക്കാനുള്ള സൗകര്യമുള്ളതുകൊണ്ട്. ഈ വസ്ത്രങ്ങൾ പകരം എന്തു ചെയ്യാമെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചു. എക്സ്പോർട്ട് കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തു. വളരെയധികം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടല്ല, അവിടുത്തെ എംബസി മുഖാന്തരം ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, അതുപോലെ തന്നെ ജർമ്മനി, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, അതുപോലെ പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ പ്രധാനപ്പെട്ട ഒരു കൺസ്യൂമർ രാഷ്ട്രമാണ്. അതുപോലെ ബെൽജിയം, തുർക്കിയെ നമ്മൾ കുറച്ചൊന്ന് ചർച്ച ഇല്ലാതെ നിന്ന രാഷ്ട്രം, അവിടെ സമ്മതിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ. യുഎഇയിൽ ഇഷ്ടം പോലെ ചിലവാകും. അതെ, കാരണം നമ്മൾ അവിടെ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമില്ല എന്ന് മാത്രമല്ല, വ്യാപാരപരമായിട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുന്ന വസ്ത്രങ്ങളാണ്
നമ്മുടെ ആൾക്കാർ തന്നെ വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതാണ്. വിദേശം ഫോറിൻ മാത്രമല്ല ബഹിരാകാശ രംഗത്തും ഒക്കെ സഹകരിക്കുന്നുണ്ട് UAE ഇന്ത്യയും. സ്പേസ് ടെക്നോളജി സഹായം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയുടെ ടെക്നോളജി അങ്ങോട്ട് കൊടുക്കുകയാണ്. സഹകരണമല്ല, ഇവിടെ ഇന്ത്യയുടെ സഹായം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ എംബസി വഴി അതുപോലെ തന്നെ പ്രദർശനങ്ങൾ നടത്തുക, പിന്നെ വിപണന മേളകൾ നടത്തുക. ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിന് കാണുമല്ലോ, നമ്മുടെ ചുറ്റുപാട് ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പത്രങ്ങളിലെ പരസ്യത്തിൻ്റെ ഭൂരിഭാഗവും അതാണ്. അപ്പോൾ ഇന്ത്യൻ വസ്ത്രങ്ങളുടെ ക്വാളിറ്റി അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് വാങ്ങിക്കും. പ്രത്യേകിച്ചും ആഗോള നിലവാരത്തിൽ തന്നെ ഇപ്പോൾ താപം വർദ്ധിച്ചു വരികയാണ്. ബ്രിട്ടൻ ഒരു കാലത്ത് ശീതോഷ്ണ മേഖലയിലായിരുന്ന ബ്രിട്ടനിൽ നിന്ന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പണ്ട് തിരസ്കരിച്ച ഈ ഖദർ എന്ന് പറയുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ ഗ്രീൻ ടെക്നോളജിയുടെ കാലമാണ്. അതുപോലെ ഗ്രീൻ വസ്ത്രമാണിത്. ശരീരത്തിൻ്റെ വസ്ത്രം ശരീരത്തിൻ്റെ വിയർപ്പുമായിട്ട് ചേർന്ന് ശരീരത്തിൽ ബാക്ടീരിയകളെ ഉണ്ടാക്കാതിരിക്കുന്ന ഒന്നാണത്. അത് വളരെ സുതാര്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വിയർപ്പിനെ അബ്സോർവ് ചെയ്യുന്നതുമായിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു വസ്ത്രമാണ്. മഹാത്മാഗാന്ധി എന്താണോ നെയ്തെടുത്തിരുന്ന ആ വസ്ത്രം നോക്കൂ. ഇതിപ്പോൾ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതിയും കൂടി ഇതിലുണ്ട്. പണ്ട് ഇന്ത്യയിൽ നിന്ന് പഞ്ഞി ചൂഷണം ചെയ്ത് വളരെ നിസ്സാര വിലയ്ക്ക് അങ്ങോട്ട് പോയി മാഞ്ചസ്റ്ററിലെ വ്യവസായ വിപ്ലവത്തെ തുടർന്നുള്ള കാര്യമായി പറയുന്നത്, മാഞ്ചസ്റ്ററിലെ മില്ലുകളിൽ കൊണ്ടുപോയി നെയ്ത്, കാരണം ടെക്നോളജി ഉപയോഗിച്ചു പെട്ടെന്ന് നെയ്യാൻ കഴിയും. ഗാന്ധിജിയെ പോലെ ഇങ്ങനെ ചക്രം ഉരുട്ടേണ്ട കാര്യമില്ല, താനേ ഉരുണ്ടോളും. അങ്ങനെയുള്ള വസ്ത്രങ്ങളാക്കി കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിറ്റ് വമ്പിച്ച ലാഭം ഉണ്ടാക്കിയിരുന്നു ബ്രിട്ടൻ. അതിൻ്റെ അവസ്ഥയും സുഖവുമാണ് ഇന്ന് ആ രാജ്യം അനുഭവിക്കുന്നത്. അപ്പോൾ അന്ന് ഗാന്ധിജി ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം കൊണ്ടുവന്നു. ബഹിഷ്കരണം മാത്രമല്ല, ബഹിഷ്കരിക്കലിനോടൊപ്പം കരിക്കലും ഉണ്ടായിരുന്നു. വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കരിച്ചിരുന്നു. നെഹ്റുവൊക്കെ അതിൽ പങ്കെടുത്തു, സഹകരിച്ച ആൾക്കാരുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം വിദേശ വസ്ത്രങ്ങളിലേക്ക് മാറി. ഖദർ ഉപേക്ഷിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങളിലേക്ക് പലരും മാറി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഖദറിനെ തള്ളി പറഞ്ഞുകൊണ്ടും ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു. പുതിയ തലമുറയുടെ ആവേശം അതിലിരിക്കട്ടെ. പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയ വസ്ത്രമാണ് ഈ വസ്ത്രം. വിദേശങ്ങളിലേക്ക് ഇപ്പോൾ അയക്കാൻ പറ്റും. കാരണം ന്യൂയോർക്കിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പോലെ ചൂടിപ്പോൾ അനുഭവപ്പെട്ടു. അതായത് സാർ, അമേരിക്കയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന വിപണി മറ്റ് രാജ്യങ്ങളിൽ, വികസ്വര രാജ്യങ്ങളിലടക്കം, മൂന്നാം ലോക രാജ്യങ്ങളിലടക്കം നമുക്ക് കണ്ടെത്താനാകുമെന്നാണ്, അല്ലെങ്കിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മൂന്നാം ലോക ശക്തികളെന്ന് മൂന്നാം ലോക രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു തെറ്റുണ്ട്. കാരണം അവർക്കത് വാങ്ങിക്കാനുള്ള ക്രയശേഷിയില്ല. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നതാണ്. ആഫ്രിക്കയിലെയും അതുപോലെ ഗ്ലോബൽ സൗത്തിലെയും പല രാഷ്ട്രങ്ങളും ഇന്ത്യ പണം അങ്ങോട്ട് കൊടുത്താലേ അവർക്ക് വാങ്ങിക്കാൻ പറ്റൂ. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനീ പറഞ്ഞ ഒരു രാജ്യവും മോശമല്ല. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മുടേതിനേക്കാൾ 10 മടങ്ങാണ്. ബ്രിട്ടൻ, ജർമ്മനി, അതുപോലെ നോർത്ത് കൊറിയ ഒന്നും മോശമല്ലാത്ത രാജ്യങ്ങളാണ്. ജപ്പാനും വരുന്നുണ്ട്. പ്രതിശിഷ്ട വരുമാനം വളരെ വലുതാണ്. ഫിൻലാൻഡ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. നെതർലാൻഡ്സ് ഒട്ടും മോശമല്ല. അപ്പോൾ കാനഡ നമുക്കറിയാമല്ലോ. കാനഡ, മെക്സിക്കോ, ആ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കാനുള്ള ശ്രമം. പിന്നെ കിറ്റക്സിൻ്റെ ഉണ്ടല്ലോ, കിറ്റക്സ് ആണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ വസ്ത്രങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്നത് കിറ്റക്സ് ആണ്. അതിനുവേണ്ടിയാണ് ആന്ധ്രാപ്രദേശിൽ അവർ സ്വന്തമായിട്ട് കേരള ഗവൺമെന്റിനോട് കിറ്റക്സ് അവസരത്തിനകത്ത് ഉയർന്നു. നിരാശരായില്ല. കയറ്റുമതി പൗഡറുകൾ പലതും ഇപ്പം നിരസിച്ചു, തുണി ഉൾപ്പെടെ. അപ്പോൾ കിറ്റക്സ് എന്തോ മുംബൈ പോലുള്ള ഇന്ത്യയിലെ തന്നെ വിപണിയിൽ പോയിട്ട് ഇതിൻ്റെ പ്രദർശനവും പരസ്യവും നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ മാർക്കറ്റ് തന്നെ അവർ തിരിച്ചു പിടിച്ചിരിക്കുക. മനസ്സിലായി? നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ വ്യാൻ ഹ്യൂസൺ, അതുപോലെ തന്നെ ലൂയി ഫിലിപ്പ്, അതുപോലെ തന്നെ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനിങ്ടൺ എന്നൊക്കെ പറയുന്ന ഡ്രസ്സുകൾ അമേരിക്കയിൽ നിന്ന് വരുന്ന. നമുക്കിപ്പോൾ അത് മതി. വായു ശരീരത്തിലേക്ക് കടക്കാത്ത തരത്തിലുള്ള AC റൂം മുറിയിൽ ഇരിക്കാതെ ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വേർത്ത് നാശമായി നാറിപ്പോകുന്ന വസ്ത്രങ്ങളാണതെല്ലാം. AC മുറി മാത്രം ഉപയോഗിക്കാം. നമുക്ക് എപ്പോഴും ഇപ്പോൾ AC മുറിയിലാണോ നമ്മളിരിക്കുന്നത്? എപ്പോഴും AC കൊണ്ടിരുന്നാൽ എന്ത് അസുഖങ്ങളുണ്ടാവും? നമ്മൾ എന്തെല്ലാം പിന്നെ രോഗങ്ങൾക്ക്, ഇൻഫെക്ഷൻസിന് വിധേയമാവും, അറിയാമല്ലോ അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഈ വസ്ത്രം ഹാൻഡ്ടെക്സ് ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഹാൻഡ്ലൂം ആയാലും കുഴപ്പമില്ല, ഖദറായാലും കുഴപ്പമില്ല, ഖാദി ആയാലും കുഴപ്പമില്ല. അതിന് വലിയൊരു വിപണി ഇപ്പോൾ സാധ്യത തെളിഞ്ഞു വരികയാണ്. ആ സാധ്യത നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞത്. അതുകൊണ്ടാണ് ചർച്ച നമ്മൾ അലസുകയായിരുന്നു. US ട്രഷറി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്,
പ്രശ്നം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് മാത്രമല്ല, സമഗ്ര വ്യാപാരക്കറ ഇപ്പോൾ ഒപ്പിടുമെന്ന് ട്രംപ് പറഞ്ഞ് ആവേശപൂർവ്വം ഇരുന്ന സമയത്ത് ഇന്ത്യ ചർച്ചയിൽ നിന്ന് ഉഴപ്പി മാറി. ആ ചർച്ച അതിൽ ഒപ്പിടാൻ വേണ്ടിയാണ് ട്രംപ് വിളിച്ചത്. അതറിയാം മോദിക്ക്. അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. അതങ്ങ് കൈ വെച്ചേക്കെന്ന് പറഞ്ഞു. മനസ്സിലായി? ഇവിടാണ് ട്രംപിന് തെറ്റിപ്പോയത്. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ അപ്പടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ചെയ്തു എന്ന് മാത്രമല്ല, നോക്കിക്കൂ, യൂറോപ്യൻ മാർക്കറ്റ് നമ്മളിപ്പോൾ പിടിച്ചടക്കാൻ പോകും. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് നഷ്ടമുണ്ടാകുന്ന, കേരളത്തിന് നഷ്ടമുണ്ടാകുന്ന കൊഞ്ച് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, കയറ് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അമേരിക്ക നമുക്കിപ്പോൾ വെല്ലുവിളിയല്ല, നോ മോർ എ ചലഞ്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.